രണ്ടെല്ലാം കഴിഞ്ഞ് ഇഫ ചിക്കനെ ഞാൻ ഒന്നും കൂടി കുത്തിപ്പൊക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു വേർഷനുണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പും, കുറച്ച് വിനീഗറും, കുറച്ച് തൈരും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. വിനീഗർ ഒഴിക്കണം നല്ലോണം ആ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് തൈര് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതും ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിടണം കേട്ടോ ഇത് വേണമെങ്കിൽ ഓപ്ഷനാണ്. ഒരു തക്കാളി, ഒരു സവാള, ഇത് രണ്ടും കൂടി പേസ്റ്റ് ആക്കിയിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ആക്കുക. പിന്നെ നമ്മുടെ ചിക്കനെ ഞാനിപ്പോൾ കറിക്കട്ട് പീസാണ് എടുത്തേക്കുന്നത്. നല്ലോണം കുത്തി കൊടുക്കാം. എന്നിട്ട് അതും ഇതിലേക്ക് ഇട്ട് ഒരു 3 hours മാരിനേഷന് വെക്കാം. ഒരു മിനിമം 3 hours വെക്കണം. പക്ഷേ എനിക്ക് 3 hours വെക്കാനുള്ള ക്ഷമയില്ല. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ എടുത്തിട്ടോ. ഒരു ഓവർനൈറ്റ് വെച്ചാൽ അതിനും അടിപൊളിയായിരിക്കും. നല്ലോണം മിക്സ് ചെയ്യാം, ഫ്രിഡ്ജിൽ കയറ്റാം. 1 hour കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ശരി, 3 hours വെച്ച് നല്ല മസാല പിടിക്കും കേട്ടോ. 1 hour കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എടുക്കുകയാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചു, കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇപ്പോൾ ഒരു ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും അഫ്ഗാനി ചിക്കനിലും ഷവായിലുണ്ടായ ഒരു കുഞ്ഞാണ് കേട്ടോ ഇഫ ചിക്കൻ. ട്രെൻഡെല്ലാം കഴിയുമ്പോഴാണ് എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇത് വരെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് എൻ്റെ ഒരു വേർഷനാക്കിയിട്ട് അങ്ങനെ ചിക്കനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷം ഒരു 80% ആയതിനു ശേഷം നമ്മുടെ ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കരിയും. ലാസ്റ്റ് ഒരു 2 minutes ഒന്ന് ഇട്ടാൽ മതി. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 ബോയിൽഡ് എഗ്, 2 ചീസ്, പിന്നെ ഒരു 2 ഗാർലിക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഉള്ളത്തെ അവസ്ഥ നോക്കാൻ വേണ്ടി. ചീസ് ഇട്ട് കുറച്ച് പാല്, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടായില്ല. പിന്നെ കുറച്ച് സോൾട്ടും ഇട്ട് നല്ലോണം അടിച്ചെടുക്കാം. ഓയിൽ ഒഴിക്കാൻ മറക്കല്ലേ. ആദ്യം അത് മാത്രം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു, സോൾട്ട് ആവശ്യത്തിനിട്ട്, വേണമെങ്കിൽ പെപ്പർ പൗഡർ കേട്ടോ. പക്ഷെ കളർ ഒരു ഫീൽ ആവണ്ട പറഞ്ഞ് ഞാൻ പെപ്പർ പൗഡർ ഇട്ടിട്ടില്ല. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമിലേക്ക് മയോണൈസിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 minutes മൂടി വെച്ച് കുക്ക് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ക്രീം കഴിക്കാൻ. മയോണൈസ് അടിച്ച് വയ്ക്കുക. നല്ല ചൂട് പൊറോട്ടയുടെ കൂടി, മൊരിഞ്ഞ പൊറോട്ടയുടെ കൂടി ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. ഞാൻ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്യാതിരുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.